ഒരു ഓർഗാനിസത്തിന്റെ എംബ്രിയോണിക് ഡെവലപ്മെന്റിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന എംബ്രിയോയുടെ കമ്പോണൻസ് ആണ് ഓർഗനൈസേഴ്സ്. ഈ സെഷനിൽ ഓർഗനൈസേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. During the embryogenesis of multicellular organisms, some cells are induced to differentiate into specific organs or tissues in the presence of other tissues. The tissue exerting such an influence is called organizer. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള കുറേ സെൽസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കേപ്പബിലിറ്റീസ് ഉള്ള കമ്പോണൻസ് ആണ്, എംബ്രിയോയുടെ കമ്പോണൻസ് ആണ് ഓർഗനൈസേഴ്സ്. അപ്പോൾ ഇവയ്ക്ക് മറ്റുള്ള സെൽസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ മാത്രമല്ല കേപ്പബിലിറ്റീസ് ഉള്ളത്, സ്വന്തമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് സ്പെസിഫിക് ആയിട്ടുള്ള ടിഷ്യൂസും ഓർഗൻസും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഓർഗനൈസേഴ്സ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് ഡയഗ്രാമാറ്റിക് ആയിട്ട് മനസ്സിലാക്കി എടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ക്ലസ്റ്റർ ഓഫ് അൺഡിഫറൻഷിയേറ്റഡ് സെൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. ഈ സെൽസ് പ്രോപ്പറായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ടിഷ്യൂസ് ആയിട്ടോ ഓർഗൻസ് ആയിട്ടോ ഒന്നും മാറിയിട്ടില്ല. അപ്പോൾ ഇവയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന കമ്പോണൻസ് ആണ് ഓർഗനൈസേഴ്സ് എന്ന് പറയുന്നത്. സെൽസ് ആണ്, ടിഷ്യൂസ് ആണ്, അല്ലെങ്കിൽ എംബ്രിയോയുടെ ഭാഗങ്ങളാണ് ഓർഗനൈസേഴ്സ്. ഇപ്പോൾ ഓർഗനൈസേഴ്സ് ഇങ്ങനെയുള്ള അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള സെൽസിനെ എംബ്രിയോണിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഒരു മെക്കാനിസം വഴി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ അങ്ങനെ ഈ അൺഡിഫറൻഷിയേറ്റഡ് സെൽസ് ഓർഗനൈസേഴ്സിൻ്റെ ഇൻഡക്ഷൻ്റെ ഫലമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യപ്പെടുന്നു പലതരത്തിലുള്ള സ്പെസിഫിക് ഓർഗൻസ് ആയിട്ടും ടിഷ്യൂസ് ആയിട്ടും. ഇനി ഓർഗനൈസേഴ്സിന് ഒരു കേപ്പബിലിറ്റിയും കൂടി ഉണ്ട്, സെൽഫ് ഡിഫറൻസിയേഷൻ. ദേ ക്യാൻ ഓൾസോ ഡിഫറൻഷിയേറ്റ് ഇൻ ടു സ്പെസിഫിക് ഓർഗൻസ് ഓർ ടിഷ്യൂസ്. അപ്പോൾ ഓർഗനൈസേഴ്സിൻ്റെ ആ മോഡ് ഓഫ് ആക്ഷൻ്റെ ഒരു സ്കീമാറ്റിക് ആണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള പല സെൽസിനെയും എംബ്രിയോണിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന മെക്കാനിസം വഴി ഡിഫറൻഷിയേറ്റ് ചെയ്യിക്കാൻ കേപ്പബിലിറ്റീസ് ഉള്ള കോമ്പോണൻസ് ആണ്, എംബ്രിയോയുടെ കോമ്പോണൻസ് ആണ് ഓർഗനൈസേഴ്സ്. അപ്പോൾ അങ്ങനെ എംബ്രിയോണിക് ഇൻഡക്ഷൻ സാധ്യമാകുന്നത് കൊണ്ട് അൺഡിഫറൻഷിയേറ്റഡ് സെൽസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് സ്പെസിഫിക് ഓർഗൻസും ടിഷ്യൂസും ഒക്കെ ഉണ്ടാവുന്നു. ഇനി ഓർഗനൈസേഴ്സിന് സെൽഫ് ഡിഫറൻസിയേഷനുള്ള കേപ്പബിലിറ്റിയും ഉണ്ട്. അവ ഡിഫറൻഷിയേറ്റ് ചെയ്ത് സ്പെസിഫിക് ഓർഗൻസ്, ടിഷ്യൂസ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. ഈ പർട്ടിക്കുലർ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹാൻസ് സ്പിമാൻ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ജർമ്മൻ എംബ്രിയോളജിസ്റ്റ് ആണ്. എംബ്രിയോണിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന മെക്കാനിസം വഴി ഓർഗനൈസേഴ്സിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുക ഉണ്ടായി. ഈ എക്സ്പ്ലനേഷന് 1935 അദ്ദേഹത്തിന് നോബൽ പ്രൈസ് അവാർഡഡായി. Organizers are capable of self-differentiation and directs the development of the surrounding tissue. അപ്പോൾ അവയ്ക്ക് സ്വന്തമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അവയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന മറ്റുള്ള കമ്പോണൻസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനും കേപ്പബിലിറ്റി ഉണ്ട്. ആംഫീബിയൻ എംബ്രിയോ ആണ് നമ്മളൊരു എക്സാമ്പിളായിട്ട് ഓർഗനൈസേഴ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ആംഫീബിയൻ എംബ്രിയോയിലുള്ള ഓർഗനൈസേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗ്രേ ക്രസൻറ്റ് region in the blastula, then dorsal lip of the blastopore in early blastula, then coda mesoderm in gastrula. അപ്പോൾ ഇതൊക്കെയാണ് ഗ്രേ ക്രസൻറ്റ്, ഡോർസൽ ലിപ്പ്, കോഡ, മീസോഡേം. അപ്പോൾ ആദ്യമേ തന്നെ ഗ്രേ ക്രസൻറ്റിൻ്റെ ആ ഫംഗ്ഷൻ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഗ്രേ ക്രസൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണ്, അതെങ്ങനെയാണ് ഓർഗനൈസറായിട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് സ്പിമാൻസ് കൺസ്ട്രക്ഷൻ എക്സ്പെരിമെൻറ്റ് നമ്പർ 2 നോക്കിയാൽ മതി. അപ്പോൾ അതിനകത്ത് ട്രൈറ്റൂറസ് എന്ന് പറയുന്ന ന്യൂട്ട് അല്ലെങ്കിൽ ആംഫീബിയൻ ഫെർട്ടിലൈസ്ഡ് എഗ്ഗിനകത്ത് സ്പിമാൻ ഒരു ഹെയർ ലൂപ്പ് കൺസ്ട്രക്ഷൻ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഉണ്ടാക്കി. ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഉണ്ടാക്കിയപ്പോൾ ആ പർട്ടിക്കുലർ കൺസ്ട്രക്ഷൻ ഗ്രേ ക്രസൻറ്റ് എന്ന് പറയുന്ന ഏരിയയെ അപ്പർ ഹാഫിൽ മാത്രം റെസ്ട്രിക്റ്റഡ് ആയിട്ട് നിലനിർത്തും. ലോവർ ഹാഫിൽ ഗ്രേ ക്രസൻറ്റ് ഏരിയ കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആണ്. ഇനി ഈ ലിഗേച്ചറിനെ ടൈറ്റൻ ചെയ്യുകയാണ്, പിന്നീട് ഡെവലപ്പ് ചെയ്യാൻ രണ്ട് പോർഷൻസിനെയും അനുവദിക്കുകയാണ്. അപ്പോൾ രണ്ടിടത്തും ക്ലീവേജ് നടക്കും. പക്ഷെ നോർമലായിട്ടുള്ള ഡെവലപ്മെൻറ്റ്, അതായത് സെല്ലുലാർ ഡിഫറൻസിയേഷനും
ടിഷ്യൂ ജനറേഷനും ഓർഗൻ ഡെവലപ്മെൻറ്റും ഒക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നത് ഏത് സ്ഥലത്താണോ ഗ്രേ ക്രസൻറ്റ് ലഭിച്ചത് ആ പർട്ടിക്കുലർ പോർഷനിലാണ്. അപ്പോൾ അപ്പർ പോർഷനിലാണ് ഗ്രേ ക്രസൻറ്റ് ലഭിച്ചത്, അപ്പർ പോർഷനിൽ നോർമൽ ആയിട്ടുള്ള ഡിഫറൻസിയേഷൻ നടന്ന് നോർമൽ എംബ്രിയോ ഉണ്ടാകും. ഇനി ലോവർ പോർഷനിൽ അവിടെ ക്ലീവേജ് നടക്കും, പക്ഷേ പ്രോപ്പറായിട്ടുള്ള എംബ്രിയോജെനസിസ് ഉണ്ടാവത്തില്ല. കാരണം ഗ്രേ ക്രസൻറ്റ് എംബ്രിയോജെനസിസിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ്. അത് ഈ ലോവർ പോർഷനിൽ ഇല്ല. അതുകൊണ്ട് അവിടെ കുറേ സെൽസിൻ്റെ ഒരു അസംബ്ലേജ് മാത്രം, അൺഓർഗനൈസ്ഡ് മാസ് ഓഫ് സെൽസ് മാത്രം ഉണ്ടാവും. ഗ്രേ ക്രസൻറ്റ് ഒരു ഓർഗനൈസറായിട്ട് ആക്ട് ചെയ്യും. ഗ്രേ ക്രസൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് സ്പെമാൻ കുറേ ട്രാൻസ്പ്ലാന്റേഷൻ എക്സ്പെരിമെൻറ്റ്സും കണ്ടക്ട് ചെയ്യുക ഉണ്ടായി. ഇപ്പോൾ എയർലി ഗ്യാസ്ട്രുലയിൽ ഈ ഗ്രേ ക്രസൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ഡോർസൽ ലിപ്പ് ഓഫ് ദ ബ്ലാസ്റ്റോപോർ. അതായത് ഗ്യാസ്ട്രുലയുടെ ബ്ലാസ്റ്റോപോർ ലിപ്പ് ആണ് ഗ്രേ ക്രസൻറ്റ് മെറ്റീരിയൽ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു പ്രോട്ടോക്കോളാണ് നിങ്ങളിവിടെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇവിടെ വൈറ്റായിട്ട് കാണിച്ചിരിക്കുന്നത് ഒരു ഡോണർ എംബ്രിയോ ആണ്. ആ ഡോണർ എംബ്രിയോയിലുള്ള ബ്ലാസ്റ്റോപോറൽ ലിപ്പ് സെൽസ് അവിടെ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രാഫ്റ്റായിട്ട് എടുത്തിട്ട് വേറെ ഗ്യാസ്ട്രുലേഷൻ നടക്കുന്ന ഒരു എംബ്രിയോയുടെ എപ്പിഡെർമൽ റീജിയനിലേക്ക്, അതിന് ഒറിജിനലായിട്ടൊരു ബ്ലാസ്റ്റോപോറൽ ലിപ്പുണ്ട്, ആ പർട്ടിക്കുലർ റീജിയനിലേക്കല്ല വേറെ എപ്പിഡെർമൽ സെൽസ് ഉള്ള റീജിയൻസിലേക്ക് ഈ ഗ്രാഫ്റ്റിനെ ഇംപ്ലാന്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ റെസിപ്പിയൻറ്റിന് ഇപ്പോൾ രണ്ട് തരത്തിലുള്ള ഗ്രേ ക്രസൻറ്റ് കമ്പോണൻസ് ഉണ്ട്. ഒന്ന് അതിൻ്റെ ഒറിജിനൽ ഡോർസൽ ബ്ലാസ്റ്റോപോറൽ ലിപ്പിലുള്ള ഗ്രേ ക്രസൻറ്റ് മെറ്റീരിയലും, രണ്ടാമത്തേത് ആ എപ്പിഡെർമൽ പോർഷനിലേക്ക് ഗ്രാഫ്റ്റായിട്ട് റിസീവ് ചെയ്ത ആ ഗ്രേ ക്രസൻറ്റ് മെറ്റീരിയലും. ഇനി ഫർദർ ഡെവലപ്മെൻറ്റ് നടക്കുമ്പോൾ ഈ രണ്ട് പോർഷനിലും ഡെവലപ്മെൻറ്റ് ഡിഫറൻസിയേഷൻ ഇനീഷ്യേറ്റഡ് ആവും. രണ്ട് പോർഷനും ഒരേപോലെ തന്നെ ഓർഗൻസിനെയും ടിഷ്യൂസിനെയും ഒക്കെ ജനറേറ്റ് ചെയ്യും. അതായത് ഈ പർട്ടിക്കുലർ എംബ്രിയോയിൽ നിന്ന് രണ്ട് ഓർഗാനിസംസ് ഡെവലപ്പ് ചെയ്യും. ആ ഡെവലപ്പ് ചെയ്യുന്ന ട്രൈറ്റൂറസ് അല്ലെങ്കിൽ ന്യൂട്സ് എന്ന് പറയുന്നത് ബെല്ലി റീജിയൻ കൊണ്ട് അറ്റാച്ച്ഡ് അല്ലെങ്കിൽ കൺജോയിൻഡ് ആയിരിക്കും. ഈ പർട്ടിക്കുലർ എക്സ്പെരിമെൻ്റ് കൊണ്ട് സ്പിമാൻ കൺക്ലൂഡ് ചെയ്തത് ഇതാണ്: ഗ്രേ ക്രസൻറ്റ് മെറ്റീരിയൽ ഡോർസൽ ബ്ലാസ്റ്റോപോർ ലിപ്പ് സെൽസായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ റെസിപ്പിയൻറ്റിൽ അത് ഉറപ്പായിട്ടും എംബ്രിയോജെനസിസ് ഇനീഷ്യേറ്റ് ചെയ്യും. അതായത് ഈ ഡോർസൽ ബ്ലാസ്റ്റോപോർ ലിപ്പ് സെൽസ് ഓർഗനൈസേഴ്സായിട്ട് ആക്ട് ചെയ്ത് അവ എംബ്രിയോണിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന മെക്കാനിസം വഴി ബാക്കിയുള്ള സെൽസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, അവയെ ഡിഫറൻഷിയേറ്റ് ചെയ്യിക്കും, അവ സ്വയമായിട്ട് ഡിഫറൻഷിയേറ്റഡ് ആകും. അങ്ങനെ ഒരു ഓർഗാനിസം ഡെവലപ്പ് ചെയ്യും. Characteristics of organizers. It can induce and influence the surrounding cells to direct development. Already നമ്മൾ പറഞ്ഞാണ്. Then they also possess the capacity of self-differentiation. മറ്റുള്ള സെൽസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും, അവയ്ക്ക് സ്വന്തമായിട്ട് ഡിഫറൻഷിയേഷൻ കേപ്പബിലിറ്റീസും ഉണ്ട്. Organizer has specific parts. Each part has the capacity to induce development. അപ്പോൾ മൾട്ടി കമ്പോണൻ്റ് ആണ് ഓർഗനൈസർ എന്ന് പറയുന്നത്. ഓരോ പാർട്ടിനും ഓരോ കമ്പോണൻറ്റിനും വ്യത്യസ്തമായിട്ടുള്ള കേപ്പബിലിറ്റീസ് ഉണ്ട്. അവയ്ക്ക് ഡെവലപ്മെൻറ്റ് ഇൻഡ്യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ് ഡിഫറൻഷ്യൽ ആയിരിക്കും. അപ്പോൾ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഇനീഷിയേഷൻ ഓഫ് ഗ്യാസ്ട്രുലേഷൻ, ദെൻ ഡോർസലൈസിങ് ദ മീസോഡേം, ഹെഡ് ഫോർമേഷൻ, ദെൻ ആക്സിസ് ഫോർമേഷൻ. ഇത്രയൊക്കെയാണ് ഓർഗനൈസേഴ്സിൻ്റെ ഫങ്ഷൻസ്.